എല്ലാ കൂട്ടുകാർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എന്നും നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇടാറ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 11 മണിയായപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. രാവിലത്തതൊക്കെ കുറേ വഴുകി തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വഴുകിയാണ് എണീറ്റത്. അപ്പോൾ രാവിലെ ചപ്പാത്തി മാന്തൾ കൊണ്ടുള്ള മീൻകറിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനും അത് തന്നെ എടുക്കാമെന്ന് കരുതി മാന്തൾ കൂട്ടാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പപ്പടം ആദ്യം കാച്ചിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി ആദ്യം തന്നെ പപ്പടം കാച്ചി എടുക്കുകയാണ്. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ നമുക്കിങ്ങനെ അടുപ്പിലൊക്കെ സാവധാനം പോലെ പാചകം ചെയ്യാം. പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ എന്തായാലും ധൃതിയിൽ വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ഒഴിവുള്ള ദിവസമൊക്കെ നമുക്കിങ്ങനെ സാവധാനം പോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് എടുക്കാം. അപ്പോൾ ഒഴിവുള്ള ദിവസത്തെ എന്താണ് കരുതിയാൽ അടുക്കളയിൽ നിന്ന് പോകുന്ന നേരം ഉണ്ടാവില്ല. നമുക്ക് അടുക്കളയിൽ തന്നെ ഓരോ പണിയായിട്ട് നിൽക്കേണ്ടി വരും. വൈകി നീക്കുന്നത് കൊണ്ടാണത്. മറ്റ് വേറെയുള്ള പണികളൊന്നും നമുക്ക് എടുക്കാൻ സമയം കിട്ടില്ല. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. പാചകം കഴിഞ്ഞിട്ടും നമുക്ക് വേറെയുള്ള ജോലികൾക്കൊക്കെ പോകാൻ സമയം ഉണ്ടാവും. സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയാണ് നീക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. പിന്നെ എന്താണെന്ന് കരുതിയാൽ വീട്ടിലുള്ളവരൊക്കെ എല്ലാം നല്ല സഹായമാണ്. മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ അവർക്ക് കഴിയണ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഉപ്പേരിയിലേക്കുള്ള നാളികേരത്തിൻ്റെതൊക്കെ റെഡിയാക്കുകയാണ്. അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, നാളികേരം അത് കൂടെ 3 കൂടി ചതച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ചേർക്കും. അപ്പം ചതയ്ക്കാതെ നമ്മൾ ഇങ്ങനെ നാളികേരം മാത്രമായിട്ടും ഇടാം. അപ്പം അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കണം. എന്നിട്ട് വേണം ഒന്ന് ചതയ്ക്കാൻ. എന്നിട്ട് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ചതച്ചിടുമ്പോൾ അത് എടുത്ത് കളയാതെ എല്ലാവരും അത് കഴിച്ചോളും. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. കരിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ലതുപോലെ ചതച്ചിട്ട് ഉപ്പേരിയിലേക്ക് ചേർക്കുക. അപ്പോൾ അതറിയാതെ അങ്ങനെ കഴിച്ചു പോയിക്കോളും. കരിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. തലമുടിക്കാണെങ്കിലും കണ്ണിനും ഒക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നല്ലതുപോലെ അതിൽ കടന്ന് വേവുമ്പോൾ അതിനൊരു രുചി വ്യത്യാസവും നമുക്ക് ഉപ്പേരിയിലൊന്നും അനുഭവപ്പെടില്ല. നല്ല സാധാരണ പോലെയുള്ള ഉപ്പേരി തന്നെയായി കിട്ടും. നല്ലൊരു ഫ്ലേവറുമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ ബോക്സിലാക്കി ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ നേരെയാക്കി എടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്ക് പിടിച്ചുള്ള സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ഉപകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നുറുക്കി ബോക്സിലാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പച്ചക്കുരുമുളക് ഇട്ടിട്ടാണ് ഞാനിന്ന് മീൻ വറക്കുന്നത്. മത്തിയാണ്. പച്ചക്കുരുമുളക് ഇട്ടിട്ട് മീൻ വറുത്താലും മീൻ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരോ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കുരുമുളകൊക്കെ. അപ്പോൾ കുരുമുളക് ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ അതും 2 കൂടി നല്ലോണം ചതച്ചെടുക്കുക. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൽ വെട്ട് ചതയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചതയ്ക്കുക. ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് ചേർക്കലാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർക്കേണ്ടി വരും. പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക.
കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്താലാണ് അത് ആ മീനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ ചെറിയ ഉള്ളിയും കുരുമുളകൊക്കെ ചേർത്ത് ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വറുത്താൽ മതി. ഇനിയിപ്പോൾ പച്ച കുരുമുളക് ഇല്ല, അപ്പോൾ ഉണങ്ങിയതേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ കുരുമുളക് പൊടി ചേർത്തിട്ട് മത്തി വറുത്താൽ നല്ല ടേസ്റ്റാണ്. മത്തിക്ക് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. വേറെയുള്ള മീനുകൾക്കൊന്നും അങ്ങനെ കുരുമുളക് പൊടി ചേർത്താലൊന്നും അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. മത്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ചേർത്താൽ. എന്നിട്ട് അടുപ്പിൽ തന്നെ വേഗത്തിലാണ്ട് വറുത്ത് വെച്ചു. പിന്നെ അധിക സമയമൊന്നും 12 മണി 12:30 ആയി തുടങ്ങിയല്ലോ. അപ്പം ഊണ് കഴിക്കാനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ വേഗത്തിൽ ആ വറുത്ത് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുടിക്കാനോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇനി മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാനും ഒക്കെ നമ്മളെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതൊന്നും ഇപ്പോൾ ആരും വന്ന് ചോദിക്കുകയൊന്നുമില്ല. നമ്മളെ കാര്യമൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. അതൊന്നും ഇപ്പോൾ ഒരാളുടെ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് മറ്റുള്ളവർ വിചാരിക്കും. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ചെറിയ ഉള്ളി വറുത്തിട്ട് ഇതിലേക്ക് നന്നായി വറവ് ഇട്ടാൽ നല്ല മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി വറവിട്ട് വെച്ചാൽ. അപ്പോൾ ഞാനെപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വറുത്ത് ഇങ്ങനെ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യുക? നമ്മൾ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ടാൽ നമുക്ക് വൈകുന്നേരം വരേക്ക് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഒരു ചായയൊക്കെയല്ലേ ഉണ്ടാക്കേണ്ടുള്ളൂ. ഇനിയിപ്പോൾ രാത്രി ചെയ്യേണ്ടവരാണെങ്കിൽ രാത്രി കഴിഞ്ഞിപ്പോൾ അത് നോക്കുകയുള്ളൂ. അതുവരെ നല്ല ക്ലീനായിട്ട് കിടന്നോളും. അപ്പോൾ എന്തെങ്കിലും ലോഷനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നന്നായി ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പാത്രം കഴുകുന്ന ഇതുണ്ടല്ലോ, അത് ലിക്വിഡ്, അതും പിന്നെ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയാൽ നല്ല ഫ്ലേവറായിരിക്കും, നല്ല വൃത്തിയാവും. അപ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ ഇതുപോലെ എന്നും കഴുകി വൃത്തിയാക്കി ഇട്ടാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അടുക്കളയിൽ പ്രധാന ഇപ്പോൾ സ്റ്റവൊക്കെ ആണല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ അടുക്കളയൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. പിന്നെ നമുക്കൊരു പാട്ട് വെച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് ജോലികൾ ചെയ്യാം. ഒരു പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി അത് പാചകം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മുടെ മനസ്സിലുള്ള മൂഡ് പോലെ ആയിരിക്കും ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ കുക്കിംഗ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഭക്ഷണത്തിൽ അത് പ്രതിഫലിച്ച് കാണും. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇപ്പം അങ്ങനെ കഴിഞ്ഞോണമെന്നില്ല. മാക്സിമം നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഇട്ട് വേണം അടുക്കളയിലേക്ക് കയറി വരാൻ തന്നെ. എങ്കിലേ ആ ഒരു ജോലികൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തതാണെങ്കിൽ എണ്ണയൊക്കെ നമ്മൾ ഇങ്ങനെ തെറിക്കുകയല്ലേ, അപ്പോൾ പപ്പടം കാച്ചുമ്പോഴും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ചെറിയ ജോലികളാണെങ്കിലും നമ്മൾ നമ്മുടെ ആൺകുട്ടികളെയും ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. എപ്പോഴും അടുക്കള ജോലി ചെയ്തോണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ അറിഞ്ഞിരിക്കണം അവർക്ക് അതൊക്കെ. കാരണം ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്കാവും താമസം ഉണ്ടാവുക. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബം ഒന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരാൾക്ക് സുഖമില്ലാതായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാനോ ചെയ്യാനോ ഒന്നും ആൺകുട്ടികൾക്ക് അറിയാതെ പോവരുത്. അപ്പോൾ അവരെ നമ്മളും കുറഞ്ഞ രീതിയിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്യാനും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. അതുപോലെ ക്ലീനിങ് അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ അവരെയും കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും അത് മടി കൂടാതെ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. പെൺകുട്ടികളും ആൺകുട്ടികളൊന്നും വ്യത്യാസമില്ലാതെ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാണ്. നല്ല അടിപൊളി മാന്തൽ കറിയുണ്ട്, മത്തി വറുത്തതുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഇതിൽ ഉപ്പേരിയാണ്, കാബേജിൻ്റെ ഉപ്പേരിയാണ്.
അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ല അധികം. എനിക്ക് ക്യാബേജിൽ മഞ്ഞൾ ചേർക്കുന്നത് എന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ്. അപ്പോൾ ഇനി പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ചൊക്കെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്കൊക്കെ പോയത്. ഇന്നിപ്പോൾ അടുക്കളയിൽ തന്നെയാണ് കൂടുതൽ സമയം കഴിഞ്ഞു പോയത്. രാവിലെ കുക്കിംഗ് കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുക്കളയിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു ബോർഡിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് ആ അടുക്കളേനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ എൻ്റെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പുസ്തകമൊക്കെ വായിക്കും, പിന്നെ മൊബൈലൊക്കെ നോക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.